ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധം ശക്തം. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജാതി വിവേചനം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് മന്ത്രി VN വാസവൻ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ഗുരുഭവനപുരി ഉത്സവാഘോഷ ലഹരിയിൽ. ആനയോട്ടത്തിൽ വിജയിയായി കൊമ്പൻ ബാലു. ആദ്യമായാണ് ബാലു ആനയോട്ടത്തിൽ വിജയിയാകുന്നത്. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ദേശീയപാതയോരങ്ങൾ. തലോരിലും കുതിരാനിലും മാലിന്യങ്ങൾ തള്ളുന്നത് വ്യാപകം. നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് പരാതി. കടൽമണൽ ഖനന പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. ഖനനം വൻ പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും പ്രതാപൻ. മയക്കുമരുന്ന് ലഹരിയിലേക്ക് നീങ്ങുന്ന യുവതലമുറയെ രക്ഷിക്കാൻ കൈകോർത്ത് എങ്കക്കാട് ഗ്രാമം. കൊടുങ്ങല്ലൂരിൽ രാസലഹരിയുമായി യുവാവ് പിടിയിൽ. വാർത്തകൾ വിശദമായി. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന വിവാദത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അംഗം V ഗീത ആവശ്യപ്പെട്ടു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതീയ അധിക്ഷേപം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ CK ഗോപി പറഞ്ഞു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനം നേടിയ ബാലു ഇപ്പോൾ അവധിയിലാണ്. തിരികെ ജോലിയിൽ പ്രവേശിച്ചാൽ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടിരുന്നോ എന്ന രേഖാമൂലം വിശദീകരണം തേടുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. സർക്കാർ നിയമനം നടത്തിയ കഴകം ജോലിയിൽ തന്നെ ബാലുവിനെ നിയമിക്കാനാണ് ദേവസ്വത്തിന് താൽപര്യമെന്നും അടുത്ത ആഴ്ച ദേവസ്വം ബോർഡ് മീറ്റിംഗ് ചേരുമെന്നും മീറ്റിംഗിൽ വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തന്ത്രിമാർക്കോ മറ്റുള്ളവർക്കോ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം എന്നും കോടതി വിധി മാനിക്കാൻ എല്ലാവരും തയ്യാറാണെന്നും ചെയർമാൻ പറഞ്ഞു. കഴകം ജോലിക്കെത്തിയ യുവാവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ജോലിയിൽ നിന്നും മാറ്റിയതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. 6 തന്ത്രി കുടുംബങ്ങൾക്കാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ താന്ത്രിക കർമ്മങ്ങൾക്ക് അവകാശമുള്ളത്. അതേസമയം തൃപ്രയാർ മനയിലെ അനിപ്രകാശ് ഇതിൽ വ്യത്യസ്ത അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാരമ്പര്യ അവകാശികൾ കഴകത്തിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഏത് ജാതിയിലുള്ളവർ ക്ഷേത്രത്തിൽ കഴകത്തിന് എത്തുന്നതിൽ വിരോധമില്ലെന്നും ക്ഷേത്രത്തിലെ താന്ത്രിക കർമ്മങ്ങൾക്ക് തങ്ങളുടെ ഊഴമനുസരിച്ച് എത്തി കർമ്മങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. TCV ന്യൂസ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധം ശക്തം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും അയിത്ത മനോഭാവം ഇപ്പോൾ നിലനിൽക്കുന്നത് ഖേദകരമാണെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. കഴകക്കാരനായ ബാലുവിനെ അതേ തസ്തികയിൽ നിലനിർത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. തന്ത്രിമാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് SNDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. തന്ത്രിമാർക്കെതിരെ നടപടി വേണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. ജാതി വിവേചനം ക്ഷേത്രങ്ങളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് തെളിവാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തന്ത്രിമാർ എടുത്ത നിലപാട് എന്നും ഇത് സാംസ്കാരിക കേരളത്തിന് അപവാദമാണെന്നും CPI ചാലക്കുടി ലോക്കൽ സമ്മേളനം വിലയിരുത്തി. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനവും പൊതുസമ്മേളനവും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഉഷ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. AK ചന്ദ്രൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ CV ജോഫി, PM വിജയൻ, MV ഗംഗാധരൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഉഷ പരമേശ്വരൻ, TV രാമകൃഷ്ണൻ, TR ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രകടനവും നടന്നു. ഗുരുഭവനപുരിയിൽ ഇനി ഉത്സവാഘോഷത്തിന്റെ നാളുകൾ. 10 നാൾ ഗുരുവായൂർ ഉത്സവ ലഹരിയിലാകും. ഐതിഹ്യ പെരുമയിൽ നടന്ന ഗുരുവായൂർ ആനയോട്ടം ആവേശമായി. കൊമ്പൻ ബാലു ആനയോട്ടത്തിൽ ജേതാവായി. ആദ്യമായാണ് ബാലു ആനയോട്ടത്തിൽ വിജയിയാകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് സ്വന്തമായി ആനയില്ലാതിരുന്ന കാലം. ഒരിക്കൽ ഉത്സവത്തിന് ആനയെ വിട്ടുകിട്ടാതിരുന്നപ്പോൾ തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നും ആനകൾ ഓടി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി എന്നതാണ് ഐതിഹ്യം. ഈ സ്മരണയിലാണ് ആനയോട്ടം സംഘടിപ്പിക്കാറുള്ളത്. ആനയോട്ടത്തിന്റെ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചവരെ ആനകളെ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചിരുന്നില്ല. രാവിലെ ക്ഷേത്രത്തിൽ ആനയില്ല ശീവേലിയാണ് നടന്നത്. നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചിരുന്ന ആനകളെ ഉച്ചയോടെ കുളിപ്പിച്ച് ചന്ദനക്കുറി അണിയിച്ച് മഞ്ജുലാലിന് സമീപം അണിനിരത്തി. ക്ഷേത്ര നാഴികമണി 3 അടിച്ചതോടെ പാരമ്പര്യ അവകാശികൾ കുടമണികൾ പാപ്പാന്മാർക്ക് കൈമാറി. പാപ്പാന്മാർ ക്ഷേത്രത്തിൽ നിന്ന് മഞ്ജുലാൽ വരെ ഓടിയെത്തി കുടമണികൾ ആനകളെ അണിയിച്ചു. മാരാർ ശംഖുമുഴക്കിയതോടെ ആനകൾ ഓട്ടമാരംഭിച്ചു.
ഗോപുരവാതിൽ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് ആദ്യം പ്രവേശിച്ച കൊമ്പൻ പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ വിജയിയായി പ്രഖ്യാപിച്ചു. പാരമ്പര്യ അവകാശികൾ ക്ഷേത്രത്തിനകത്ത് നിറപറയും നിലവിളക്കും ഒരുക്കി വിജയിയെ സ്വീകരിച്ചു. മറ്റു കൊമ്പന്മാർ മഞ്ജുലാലിന് സമീപത്തു നിന്ന് നടന്നെത്തി ഗുരുവായൂരപ്പനെ വണങ്ങി മടങ്ങി. വിജയിയായ ആന ഉത്സവം കൊടിയിറങ്ങുന്നതുവരെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത്. ഇത്തവണ ഉത്സവത്തിന് അമ്പലത്തിനകത്ത് നടക്കുന്ന ചടങ്ങുകളും അതുപോലെ പുറത്ത് ഒരുക്കിയിട്ടുള്ള കലാവിരുന്നുകളുമൊക്കെ തത്സമയം സംപ്രേഷണം ചെയ്യുക എന്നുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പുറമെ ആനച്ചമയങ്ങളും അതുപോലെ കൃഷ്ണനാട്ടത്തിൻ്റെ ചമയങ്ങളുമൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു ചമയ പ്രദർശനവും അത് ഇത്തവണ ആദ്യമായിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. അതും ഇത്തവണത്തെ ഉത്സവത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എല്ലാം വളരെ മുൻകൂട്ടി തന്നെ എല്ലാം പ്ലാൻ ചെയ്ത പ്രകാരം എല്ലാം ആയി. നാളെ രാവിലെ ഭക്ഷണം കൊടുക്കാനുള്ള കലവറ റെഡിയായിട്ടുണ്ട്. ഒത്തിരി ആൾക്ക് വേണം ഭക്ഷണം കൊടുക്കാനുള്ള അഗ്രശാലിയും അതേപോലെ തന്നെ പ്രസാദോട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനിയുള്ള 10 നാൾ ഗുരുവായൂരിന് ഉത്സവകാലം. രാവും പകലും ഗുരുഭവനപുരി ഉണർന്നിരിക്കുന്ന കാലം. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഉത്സവം കഴിയുന്നതുവരെ ഇനി ബാലുവാണ് ഗുരുവായൂരിലെ താരം. ആനയോട്ടത്തിലെ ജേതാവ് ബാലുവിന് ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിൽ ലഭിക്കുന്നത് VIP പരിഗണനയാണ്. ഗുരുവായൂർ ദേവസ്വത്തിലെ ഇടത്തരം കൊമ്പനാണ് ബാലു. 1999 ജൂലൈ 16 ഒരുമനയൂർ സ്വദേശി VS ബാലകൃഷ്ണനാണ് ബാലുവിനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. കൊമ്പൻ ആസാമിയാണെങ്കിലും നാട്ടാനകളുടേതാണ് പ്രകൃതം. ഗുരുവായൂരിലെത്തിയ സമയത്ത് വില്ലന്മാരുടെ പട്ടികയിലായിരുന്നെങ്കിലും ഇപ്പോൾ നായക പരിവേഷമാണ് ഈ കൊമ്പന്. ആദ്യകാലത്ത് പോക്കിരിയായിരുന്നു ബാലു. ഇപ്പോൾ അനുസരണയുള്ള കൊമ്പനാണ്. അതുകൊണ്ട് തന്നെ ഉത്സവങ്ങളിൽ സ്ഥിര സാന്നിധ്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് ചിട്ടവട്ടങ്ങൾ ബാലുവിന് മനഃപ്പാടമാണ്. ആനത്താവളത്തിലെ കെട്ടും തറയിൽ നിന്ന് അഴിച്ചാൽ ഇടവും വലവും നോക്കാതെ നേരെ ക്ഷേത്രത്തിലെത്തും. നെറ്റിപ്പട്ടം കെട്ടിയാൽ ചെവികളാട്ടി അനുസരണയുള്ള ബാലനാകും ഈ 46കാരൻ. ഇക്കാലത്തിനിടയിൽ ആനയോട്ടത്തിൽ ഓടാൻ അവസരം കിട്ടിയിട്ടില്ല. കിട്ടിയപ്പോഴാകട്ടെ ഒന്നാമനുമായി. ആനയോട്ടത്തിൽ പങ്കെടുപ്പിക്കാനായി വിദഗ്ധ സമിതി തെരഞ്ഞെടുത്ത 10 ആനകളിൽ ഇടം പിടിച്ചെങ്കിലും ബാലു ഓട്ടത്തിൽ പങ്കെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഓടാനുള്ള 3 ആനകളെ നറുക്കിട്ടെടുത്തതിൽ ഉൾപ്പെട്ടപ്പോൾ വിജയിക്കുമെന്നാരും സ്വപ്നത്തിൽ പോലും കരുതിയതുമില്ല. ആനയോട്ടം തുടങ്ങാനായി മാരാർ ശംഖ് മുഴക്കിയപ്പോൾ ആദ്യം കുതിച്ചത് ബാലുവാണ്. തൊട്ടുപിറകെ ചന്താമരാക്ഷനും. നേരത്തെ ജേതാവായിട്ടുള്ള ചന്താമരാക്ഷൻ GUP സ്കൂൾ എത്തും മുൻപേ ബാലുവിനെ മറികടന്ന് ഏറെ ദൂരം മുന്നിട്ടു. നടപ്പുര എത്തും മുൻപേ ഇരു കൊമ്പന്മാരും ഒപ്പത്തിനൊപ്പം എത്തി. കല്യാണ മണ്ഡപം എത്താറായപ്പോഴേക്കും ബാലു മുന്നിൽ കയറി. പിന്നെ ഗോപുരം കടന്ന് നേരെ അകത്തേക്ക്. പാരമ്പര്യ അവകാശി ചൊവ്വല്ലൂർ നാരായണ വാര്യർ കൊടിമരത്തിന് സമീപം നിറപറയും നിലവിളക്കും ഒരുക്കി ബാലുവിനെ സ്വീകരിച്ചു. ആചാരപ്രകാരമുള്ള 7 പ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിനകത്ത് സ്ഥാനമുറപ്പിച്ചു. ഇനി ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിൽ കൊമ്പന് പ്രത്യേക പരിഗണനയാണ്. ദേവസ്വത്തിലെ മറ്റ് ആനകളാണ് പട്ടയും മറ്റും എത്തിച്ചു നൽകുക. ശ്രീഭൂതബലിക്ക് തിടമ്പേറ്റുന്നത് ഓട്ടക്കാരൻ്റെ അവകാശമാണ്. ക്ഷേത്രത്തിൽ വടക്കുഭാഗത്ത് കെട്ടുന്ന ആനയോട്ടത്തിലെ ജേതാവിനെ ഭക്തർ കണ്ട് തൊഴും. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി ജ്യോതിപ്രകാശാണ് ബാലുവിൻ്റെ ചട്ടക്കാരൻ. കായംകുളം സ്വദേശിയായ 2ാം പാപ്പാൻ M ബാബുവാണ് ആനയോട്ട സമയത്ത് മുകളിലിരുന്ന് ബാലുവിനെ നിയന്ത്രിച്ചത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ദീപാരാധനയ്ക്ക് ശേഷം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിനെ കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നിർവഹിച്ചു. തുടർന്ന് തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റത്തിന് ശേഷം അത്താഴപൂജ, ശ്രീഭൂതബലി, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു. ചൊവ്വാഴ്ച രാവിലെ ദിക്കുകൊടികൾ സ്ഥാപിക്കൽ, കാഴ്ചശീവേലി, ശ്രീഭൂതബലി എന്നിവ ഉണ്ടാകും. 19 രാത്രി ആറാട്ടിന് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ച് ആനയില്ലാ ശീവേലി നടന്നു. ദിവസവും ആനപ്പുറത്തെഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനെ വർഷത്തിൽ 1 ദിവസം മാത്രമാണ് ആനയില്ലാതെ ശീവേലി. ഗുരുവായൂർ ദേവസ്വത്തിൽ 38 ആനകളുണ്ടെങ്കിലും ഗജപ്രിയനായ ഗുരുവായൂരപ്പൻ കൊടിയേറ്റ നാളിൽ ആനയില്ലാതെയാണ് ശീവേലി പൂർത്തിയാക്കിയത്. ശാന്തിയേറ്റ കീഴ്ശാന്തി മുളമംഗലം ഹരികൃഷ്ണൻ നമ്പൂതിരി ഗുരുവായൂരപ്പന്റെ സ്വർണ്ണത്തിടമ്പ് കൈകളിലേന്തി മാറോട് ചേർത്ത് പിടിച്ച് 3 പ്രദക്ഷിണം പൂർത്തിയാക്കി. ഭക്തർ നാരായണനാമം ജപിച്ച് അനുഗമിച്ചു. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവ കൊടിയേറ്റ ദിവസം ആനയില്ലാതെ ശീവേലി നടത്തേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അന്ന് ഉച്ചയാകുമ്പോഴേക്കും ക്ഷേത്രത്തിലേക്ക് കുടമണി കിലുക്കി ആനകൾ ഓടിയെത്തി എന്നതാണ് ഐതിഹ്യം. ഇതിനെ അനുസ്മരിച്ചാണ് കൊടിയേറ്റ ദിവസം ആനയില്ലാ ശീവേലിയും ആനയോട്ടവും നടത്തുന്നത്.
ഈ ദിവസം ആനയോട്ട സമയത്ത് മാത്രമാണ് ക്ഷേത്ര പരിസരത്തേക്ക് ആനകളെ കൊണ്ടുവന്നത്. ദേശീയപാതയോരങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. തലോർ മുതൽ കുതിരാൻ വരെ TCV വാർത്താ സംഘം നടത്തിയ യാത്രയിൽ കണ്ടത് മാലിന്യങ്ങളുടെ കൂമ്പാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തലോരിലാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുകയായി ദേശീയപാതയോരത്തെ മാലിന്യം തള്ളൽ. ദേശീയപാതയിൽ തലോർ കിടക്കണമെങ്കിൽ മൂക്കുപൊത്തണമെന്ന സ്ഥിതിയാണ്. ഒരു വീട്ടിലെയോ സ്ഥാപനങ്ങളിലെയോ എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ തള്ളിയതായി കാണാം. മാലിന്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണേ. ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ ദുർഗന്ധമായിട്ട് എല്ലാ മാലിന്യങ്ങളും, അതായത് കോഴി വേസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. റോഡിൻ്റെ സൈഡ് കൂടി നടക്കാൻ പറ്റില്ല നമുക്ക്. മനുഷ്യന്മാർ നടക്കുന്ന സ്ഥലങ്ങളിൽ തെരുവ് പട്ടികൾ കയറിയിട്ട് ആ സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ പട്ടികൾ നമ്മളെ ആക്രമിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അങ്ങനെ TCV വാർത്താ സംഘത്തിന്റെ യാത്രയിൽ കണ്ടത് മാലിന്യ നിക്ഷേപങ്ങളുടെ ഒരു ചങ്ങല തന്നെ. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ പുറന്തള്ളാനുള്ള ഇടങ്ങളാണോ ദേശീയപാതയോരങ്ങൾ? ഇത് മണ്ണുത്തിയിൽ നിന്നുള്ള കാഴ്ച. ഏറെ ദൂരത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. മാലിന്യമുക്ത കേരളവുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് ഈ ഒരു അനാസ്ഥ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ തുടങ്ങി ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് ദേശീയപാതയോരത്ത് തള്ളുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തി ദേശീയപാതയോരങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മണ്ണുത്തി തോട്ടപ്പടിയിൽ നിന്നും പട്ടിക്കാടുക്ക് വരുമ്പോൾ ഇടതുവശത്ത് നോക്കിയാൽ യൂണിവേഴ്സിറ്റിയുടെ മുൻവശം മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിഞ്ഞിട്ടിരിക്കുക. ആ വഴി കൂടി വരാൻ പറ്റില്ല പല സമയത്തും. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കിഴക്കോട്ട് പോകുന്ന ഏതൊരു ഭാഗത്ത് നോക്കിയാലും ഇതൊക്കെയാണ്. അപൂർവം ജനങ്ങളുള്ളിടത്ത് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ജനങ്ങളിലേക്ക് ഒരു ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡും ചാലും ഈ ഡ്രൈനേജൊക്കെ മാലിന്യങ്ങൾ കൊണ്ടുവന്നെറിയാനുള്ളൊരു സംവിധാനമായിട്ട് സർക്കാർ ഉണ്ടാക്കി കൊടുത്തതാണെന്നുള്ള ചിന്തയിലാണ്. അവരുടെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ മാലിന്യ അവശിഷ്ടങ്ങൾ പോലും റോഡിൽ കൊണ്ടുവന്നെറിയുന്നവരെ. ഇനി ഹോട്ടലുകാരാണോ വീട്ടുകാരാണോ എന്ന് നമുക്കറിയില്ല. സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ പോലും ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ പിഴയും തടവ് ശിക്ഷയും ഏർപ്പെടുത്തുമെന്ന് പറയുന്നതല്ലാതെ നടപടിയെടുക്കാനോ മാലിന്യം വ്യാപകമായി തള്ളുന്ന ഇടങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനോ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട്. അങ്ങനെ കുതിരാൻ തുരങ്കമുഖത്തെത്തി ചീഞ്ഞമുട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നു വേണ്ട ഒരു മാലിന്യ മല തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. എന്തായാലും മൂക്കുപൊത്താതെ ഈ വഴി കടന്നുപോകാനാകാത്ത അവസ്ഥയാണുള്ളത്. ദേശീയപാതയോരത്തെ മാലിന്യം തള്ളലിനെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഈ ഒരു ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. കേരള തീരത്ത് വൻ പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കുന്നതും മത്സ്യസമ്പത്തിനെയും ജൈവ കണങ്ങളെയും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതുമായ കടൽ മണൽ ഖനന പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. കടൽ മണൽ ഖനനത്തിന് ടെൻഡർ ലഭിച്ച കമ്പനി തന്നെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുമെന്ന പ്രഖ്യാപനം കുറുക്കന്റെ കയ്യിൽ കോഴിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതുപോലെയാണെന്നും പ്രതാപൻ. കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച നടത്തുന്ന പാർലമെന്റ് മാർച്ചിനെക്കുറിച്ച് വിശദീകരിക്കാൻ തൃശ്ശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു TN പ്രതാപൻ. മത്സ്യം ഭക്ഷിക്കുന്നവരെ വരെ ബാധിക്കുന്ന രീതിയിലുള്ളതാണ് ഈ ഖനനം. നമ്മുടെ ഏറ്റവും ചിലവ് കുറഞ്ഞ പോഷകാഹാരമാണ് മത്സ്യം. ആ മത്സ്യങ്ങൾ ഇതോടുകൂടെ ഉന്മൂലനം ചെയ്യപ്പെടും. നമ്മൾ ഖനനം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പറമ്പിൽ കാണുന്ന ഖനനം പോലെയല്ല. ഭീമാകാരമായ, ഒരു ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭീമാകാരമായ യന്ത്രവൽകൃത സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കടലിൽ മണൽ ഖനനം നടത്താൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടാണ് ഇതിനു വേണ്ടി നോട്ടിഫിക്കേഷൻ നടത്തിയത്. ഇന്ത്യയിലെ സാധാരണ ഖനനം നടത്തുന്ന ആർക്കും ഇത്തരം സൗകര്യങ്ങളില്ല. പ്രധാനമന്ത്രിയുടെ ചങ്ങാത്ത മുതലാളിമാർക്ക് വേണ്ടിയാണ് ഈ ഖനന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സൗകര്യമൊരുക്കാനായിട്ടാണ് കടൽ മണൽ ഖനന തീരുമാനമെടുത്തത്. പ്രധാനമന്ത്രിയുടെ ചങ്ങാത്ത മുതലാളിമാർക്ക് വേണ്ടിയുള്ള ഖനന തീരുമാനം എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കും. കേരളം ഒറ്റക്കെട്ടായി തീരദേശ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തിയിട്ടും കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെന്ന് മാത്രമല്ല ടെൻഡർ നടപടികൾ നടത്തി മുന്നോട്ടു പോകുകയാണ്.
കടൽ മണൽ ഖനനം നടത്തിയാൽ കടലിൽ വൻ പ്രകമ്പനമുണ്ടാവുകയും കടലിലെ ജൈവ കണങ്ങളെല്ലാം നശിച്ചു പോവുകയും ചെയ്യും. ടെൻഡർ ലഭിച്ച കമ്പനി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുമെന്ന പ്രഖ്യാപനം കള്ളന്റെ കയ്യിൽ താക്കോലേൽപ്പിച്ചതുപോലെയാണ്. കേരള മുഖ്യമന്ത്രി സർവകക്ഷി സംഘവുമായി പ്രധാനമന്ത്രിയെ കണ്ട് സംസ്ഥാനത്തിന്റെ ആശങ്ക അറിയിക്കണമെന്നും ടി.എൻ. പ്രതാപൻ ആവശ്യപ്പെട്ടു. നിരവധി ഘട്ടങ്ങളിൽ സമരം നടത്തി. ആലപ്പുഴയിലും കൊല്ലത്തുമൊക്കെ സമരം കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകന്മാരുൾപ്പെടെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്തുണ നൽകിക്കൊണ്ടാണ് 27-ാം തീയതി തീരദേശ ഹർത്താൽ തന്നെ നടത്തിയത്. എന്നിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് മാത്രമല്ല, ടെൻഡർ നടപടികൾ നടത്തി ഇതിപ്പോ പ്രഖ്യാപിക്കുന്നത് ടെൻഡർ ലഭിച്ച കമ്പനി തന്നെ പരിസ്ഥിതി ആഘാത പഠനം നടത്തുമെന്നാണ്. കുറുക്കന്റെ കയ്യിൽ കോഴിയെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് ഈ പ്രഖ്യാപനം. നമ്മൾ നാടൻ ഭാഷ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കാന്ന് പറയും. ടെൻഡർ കിട്ടിയ ആളെ പരിസ്ഥിതി ആഘാത പഠനത്തിന് ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പാർലമെന്റ് മാർച്ച് ബുധനാഴ്ച രാജ്യതലസ്ഥാനത്ത് നടക്കും. രാവിലെ 11-ന് ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിൽ നിന്ന് പ്രതിഷേധ റാലി ആരംഭിക്കും. കേരളത്തിൽ നിന്നുള്ള UDF, LDF MP-മാർ, കേരളത്തിലെ വിവിധ തീരദേശ മണ്ഡലങ്ങളിൽ നിന്നുള്ള MLA-മാർ, വിവിധ മത്സ്യത്തൊഴിലാളി ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഭാരവാഹികൾ, തൊഴിലാളികൾ, ആക്ടിവിസ്റ്റുകൾ തുടങ്ങി 100 കണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുക്കുമെന്നും പ്രതാപൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. മയക്കുമരുന്ന് ലഹരിയിലേക്ക് നീങ്ങുന്ന യുവതലമുറയെ രക്ഷിക്കാൻ കൈകോർത്ത് എങ്കക്കാട് ഗ്രാമം. ലഹരിയുടെ കടന്നുകയറ്റത്തിൽ നിന്ന് നാടിന്റെ യുവത്വത്തെ സംരക്ഷിക്കാൻ കാവലൊരുക്കുകയാണ് നാട്ടുകൂട്ടത്തിലൂടെ എങ്കക്കാട് ഗ്രാമം. ഒരു കാരണവശാലും എങ്കക്കാട് ഗ്രാമത്തെ മയക്കുമരുന്നിന് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് നാട്ടുകൂട്ടം. നാട്ടിലെ മുഴുവൻ വീടുകളിൽ നിന്നും കുറഞ്ഞത് ഒരാളെയെങ്കിലും അംഗമാക്കി ലഹരിക്കെതിരെ വിപുലമായ കർമ്മസമിതി രൂപീകരിക്കും. പൊതുപരീക്ഷകൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കുമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. തുടർന്ന് ഘട്ടം ഘട്ടമായി മുഴുവൻ രക്ഷിതാക്കൾക്കും താൽപ്പര്യമുള്ള നാട്ടുകാർക്കും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാനും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് താൽപ്പര്യമുള്ള യുവാക്കളെ ഉൾപ്പെടുത്തി വളണ്ടിയർ വിംഗ് ഉണ്ടാക്കാനുമാണ് തീരുമാനം. സമൂഹത്തിനാകെ മാതൃകയാകുന്ന തരത്തിൽ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഓരോ വ്യക്തിയെ ഈ നാട്ടുകൂട്ടത്തിൽ പങ്കെടുപ്പിച്ച് സമിതിക്ക് രൂപം കൊടുക്കുകയും തുടർന്ന് എല്ലാ മാസത്തിലും സമൂഹത്തിൽ കുട്ടികളെയും അമ്മമാരെയും കുടുംബങ്ങളെയും ഒന്നിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ്സും തുടർ നടപടികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകൂട്ടം തീരുമാനിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി തുടങ്ങി. അത് എങ്കക്കാട് മാത്രമല്ല, വടക്കാഞ്ചേരി, തൃശ്ശൂർ മാത്രമല്ല, സംസ്ഥാനത്ത് ഒട്ടുക്ക് ഇതിൻ്റെ ഒരു അതിപ്രസരമുണ്ട്. ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള ആ നിലയിലേക്ക് പോയതുകൊണ്ട് വളരെ അപകടം ഉണ്ടായിട്ടുണ്ട്. ലഹരി ഉപയോഗം വീട്ടിൽ തന്നെ നടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സമൂഹത്തിൽ ഇടപെടാത്ത വ്യക്തികളും കുട്ടികളുമാണ് ഇതിൽ കൂടുതൽ ഭയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ള ക്ലബ്ബുകളുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, അമ്പല കമ്മിറ്റികളുണ്ട്. ഇതിലൊന്നും കൂടുതൽ ഇടപെടാത്ത കുട്ടികളാണ് ഈ ചതിയിൽ പോയി വീഴുന്നത്. നാട്ടിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം SPC, NCC, NSS വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ലഹരിക്കെതിരെയുള്ള കുട്ടിപ്പട്ടാളം രൂപീകരിക്കാനും നാട്ടുകൂട്ടം തീരുമാനിച്ചു. വേനൽ അവധിക്കാലത്ത് നാട്ടിലെ കുട്ടികളുടെ കായിക വിനോദം പ്രോത്സാഹിപ്പിക്കൽ, പോലീസും എക്സൈസുമായി സഹകരിച്ച് ഹോട്ട്സ്പോട്ടുകളാക്കി മാർക്ക് ചെയ്ത ഇടങ്ങളിൽ നിരീക്ഷണം നടത്തൽ, മുന്നറിയിപ്പ് ബോർഡുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളും കർമ്മസമിതി ഏറ്റെടുത്തു ചെയ്യും. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയമായിട്ട് ചുരുക്കാൻ നമുക്ക് സാധിക്കില്ല. നാട്ടിലുള്ള ക്ലബ്ബുകൾ, ഈ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇന്നത്തെ പുതിയ തലമുറയെ തന്നെ ഏൽപ്പിച്ച് ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാട്ടുകൂട്ടം ശ്രമിക്കുന്നത്. ഗ്രാമത്തിൽ മയക്കുമരുന്ന് വിപണനവും ഉപയോഗവും ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കുകയാണ് എങ്കക്കാട് നാട്ടുകൂട്ടം. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നടത്തിയ മിന്നൽ പരിശോധനയിൽ രാസലഹരിയായ മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിലായി. കൊടുങ്ങല്ലൂർ മേത്തല കയർ സൊസൈറ്റിക്ക് സമീപം കണ്ണന്തറ വീട്ടിൽ കണ്ണനാണ് 110 മില്ലിഗ്രാം മെത്താഫിറ്റമിനുമായി അറസ്റ്റിലായത്. ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PR സുനിൽകുമാർ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ അനീഷ് E. പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സനദ് സേവ്യർ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് വർത്തമാന ഭാരതത്തിന്റെ ഏറ്റവും വലിയ മഹത്വമെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള പറഞ്ഞു. തൃശൂർ ചെമ്പൂക്കാവ് നവോഭവനിൽ ആരംഭിച്ച്
പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ലൈബ്രറിയുടെയും പഠന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിന്റെ ഗതി വിഗതികളുടെ ഒഴുക്കിനെ ഒപ്പിയെടുക്കാൻ സാധിക്കാത്തവർക്ക് ഒരിക്കലും സമൂഹത്തോടും ചരിത്രത്തോടും നീതി പുലർത്താൻ സാധിക്കില്ല. സത്യം ക്രൂരമായി കുഴിച്ചുമൂടുകയോ നിശബ്ദരായിരിക്കുകയോ ചെയ്യുന്ന ഒരു പൗരാവലിയാണോ കേരളത്തിനുള്ളതെന്ന് നാം ചിന്തിക്കണമെന്നും ചരിത്രബോധമില്ലാത്തവരുടെ നാളായി കേരളം മാറിയെന്നും ശ്രീധരൻ പിള്ള പറഞ്ഞു. രാഷ്ട്രീയം ഒരു ലഹരിയാണെന്നും ആ ലഹരിയിൽ ഭ്രമിക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇരിങ്ങാലക്കുടയിലെ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് താൻ അതേക്കുറിച്ച് പഠിച്ചിട്ടില്ലെന്നും പഠിക്കാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും ഗവർണർ പറഞ്ഞു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. ഞാൻ പഠിക്കാത്തൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലേ? ഇത് കേരളത്തിലേക്ക് വന്നിട്ട് വെറുതെ ഒരു വിവാദ അഭിപ്രായം പറഞ്ഞു പോകണ്ടല്ലോ. ഞാൻ പഠിക്കട്ടെ എന്ന് പറയാം. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, മോഹനചന്ദ്രൻ, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, അഡ്വക്കേറ്റ് KR ഹരി തുടങ്ങിയവർ സംസാരിച്ചു. സാഹിത്യം, സാംസ്കാരികം, വൈജ്ഞാനിക മേഖലകളിൽ നിന്നടക്കമുള്ള 6500ഓളം പുസ്തക ശേഖരമാണ് ലൈബ്രറിയിൽ ഒരുക്കിയിരിക്കുന്നത്. EMS, AKG, പിണറായി തുടങ്ങി ഇടതുപക്ഷ നേതാക്കളെക്കുറിച്ചടക്കമുള്ള പുസ്തകങ്ങളും ലൈബ്രറിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ലൈബ്രറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസിദ്ധീകരണ വിഭാഗങ്ങളും പൂട്ടുകയോ ഇല്ലാതാവുകയോ ബുക്ക് പ്രസിദ്ധീകരണം ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യുമ്പം ഒരു വ്യത്യസ്തതയാണിത്. ഇത് മാതൃകയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മേയർ MK വർഗീസിനെ ആക്ട്സ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ആക്ട്സ് പ്രസിഡന്റും ജില്ലാ കളക്ടറുമായ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വർക്കിംഗ് സമിതി യോഗത്തിലാണ് തെരഞ്ഞെടുത്തത്. 22 വർഷമായി ആക്ട്സിന്റെ സജീവ പ്രവർത്തകരും നിലവിൽ വർക്കിംഗ് പ്രസിഡന്റുമാണ് MK വർഗീസ്. വർക്കിംഗ് പ്രസിഡന്റായി TA അബൂബക്കർ, ജില്ലാ സെക്രട്ടറിമാരായി ലൈജു സെബാസ്റ്റ്യൻ, AF ജോണി, AA അബ്ദുൽ ജബ്ബാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ആക്ട്സിന്റെ 162 യൂണിറ്റുകളുടെയും 16 ബ്രാഞ്ചുകളുടെയും തെരഞ്ഞെടുപ്പും പൂർത്തിയായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ, അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ, AITUCയുടെ നേതൃത്വത്തിൽ തൃശൂർ BSNL ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആശാ അംഗനവാടി ജീവനക്കാരെ സർക്കാർ അംഗീകരിക്കുക, ഗ്രാറ്റുവിറ്റി നടപ്പിലാക്കുക, മിനിമം വേതനം 26,000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു മാർച്ച്. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ നേതാവ് അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, സാറാമ റോബ്സൺ, ലളിത ചന്ദ്രശേഖരൻ, ഷീജ ബഷീർ, ജെയിംസ് റാഫേൽ, PD റജി തുടങ്ങിയവർ സംസാരിച്ചു. പൂങ്കുന്നം കുറ്റൂർ MLA റോഡിൽ റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന മരത്തടികൾ കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. 2007 മുതലുള്ള ശമ്പളവും പെൻഷനും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ നടത്തുന്ന സമരം 6ാം ദിവസത്തിലേക്ക് കടന്നു. വിവിധ സർവകലാശാലയിലെ യൂണിയനുകൾ സമരത്തിന് പിന്തുണയുമായി എത്തി. രാവിലെ നടന്ന സമരം കാലടി സംസ്കൃത സർവകലാശാല റിട്ടയേർഡ് ടീച്ചേഴ്സ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ CM നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാലടി സംസ്കൃത സർവകലാശാല റിട്ടയേർഡ് ടീച്ചേഴ്സ് യൂണിയൻ സെക്രട്ടറി പ്രൊഫസർ VG ഗോപാലകൃഷ്ണൻ, കലാമണ്ഡലം OK അംബിക, കലാമണ്ഡലം S ഗോപകുമാർ, കലാമണ്ഡലം AM പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ കമ്മീഷൻ അദാലത്ത് തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു അദാലത്ത്. 58 പരാതികളിൽ 14 പരാതികൾ തീർപ്പാക്കി. 7 പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി നൽകുകയും ബാക്കിയുള്ള 37 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. വനിതാ കമ്മീഷൻ പാനൽ അഡ്വക്കേറ്റ് TS സജിത, AK വിനോദ്, ഫാമിലി കൗൺസിലർ മാല രമണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് ഖാദർപടിയിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്കേറ്റു. തിപ്പല്ലൂർ സ്വദേശികളായ തിപ്പല്ലൂർ വീട്ടിൽ ജിജിൻ, കൂളിയാട്ടിൽ വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബസ്സിനെ മറികടക്കുകയായിരുന്ന കാർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ലഹരി വിമുക്ത ക്യാമ്പയിനിന്റെ ഭാഗമായി കോർപ്പറേഷൻ കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ ഉണർന്നിരിക്കാം ഉരുകിത്തീരാതിരിക്കാൻ എന്ന മുദ്രാവാക്യമുയർത്തി ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ ദീപം തെളിയിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി പദ്ധതി ജില്ലാ മാനേജറുമായ PK സതീഷ് ലഹരി ബോധവൽക്കരണ സന്ദേശം നൽകി. ലൂർദ് മെത്രോപൊളിറ്റൻ കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജിസ്മോൻ ചെമ്മണ്ണൂർ, പറവട്ടാനി PHSC ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് ഡോക്ടർ അനു മേരി ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പയിനിന്റെ ഭാഗമായി ഡിവിഷനിലെ മുഴുവൻ വീടുകളിലും ലഹരി വിരുദ്ധ ലഘുലേഖ വിതരണം ചെയ്തു. ചാലക്കുടി പുഴയിലെ കുണ്ടൂരിൽ പാലം നിർമ്മാണത്തിനുള്ള സ്ഥലം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം നീങ്ങി. കുണ്ടൂരിൽ നിന്ന് പായത്തുരുത്തിലേക്കുള്ള പാലം നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചു. കുത്തിയതോട് കുണ്ടൂർ പാലം എന്ന പദ്ധതി കുണ്ടൂർ പായത്തുരുത്ത് എന്നാക്കി മാറ്റിയാണ് ഭരണാനുമതി പുതുക്കി സർക്കാർ ഉത്തരവിട്ടത്. എറണാകുളം ജില്ലയിലെ പദ്ധതി പൂർണ്ണമായി തൃശൂർ ജില്ലയിലേക്ക് മാറ്റിയാണ് പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കിയിട്ടുള്ളത്. 2017 ജൂലൈ 10 ഇറക്കിയ ഉത്തരവിൽ കുത്തിയതോട് കുണ്ടൂർ പാലത്തിനായി 25 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു. തൃശൂർ ജില്ലയിലെ കുണ്ടൂരിൽ നിന്ന് പാലം എത്തുന്നത് എറണാകുളം ജില്ലയിലെ കുത്തിയതോട് ആയിരുന്നു. പാലത്തിന്റെ പ്രയോജനം തൃശൂർ ജില്ലയിലുള്ളവർക്കാണ് ഏറെയുള്ളത്. സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുത്തിയതോട് പ്രദേശത്തുള്ളവർ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് പദ്ധതിയെ പ്രതികൂലമായി ബാധിച്ചത്. 205 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും നടപ്പാതയുള്ള പാലമാണ് പദ്ധതിയിലുണ്ടായിരുന്നത്. ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ പാലം യാഥാർത്ഥ്യമായില്ല. തുടർന്ന് കുഴൂർ പഞ്ചായത്ത് കുണ്ടൂരിൽ നിന്ന് പായത്തുരുത്തിലേക്ക് പാലം നിർമ്മിക്കണമെന്ന ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പുഴയുടെ വീതി കുറഞ്ഞ ഇതുവഴി പാലം നിർമ്മിക്കാൻ ചെലവ് കുറയുമെന്നും എതിർപ്പുകൾ ഉണ്ടാകില്ലെന്നും തിരിച്ചറിഞ്ഞാണ് ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നേരത്തെ നിശ്ചയിച്ച് പദ്ധതിയിട്ട സ്ഥലത്ത് നിന്ന് 1/2 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ അംഗീകാരം നേടിയ പ്രദേശം. സ്ഥലം സന്ദർശിച്ച VR സുനിൽകുമാർ MLA പഞ്ചായത്തിന്റെ നിർദ്ദേശത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ കുണ്ടൂരിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ CPM-ഉം CPI-യും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതിനൊപ്പം കോൺഗ്രസിലും ഭിന്നത പ്രകടമായിരുന്നു. കുത്തിയതോട് കുണ്ടൂർ പാലം പദ്ധതി തന്നെ വേണമെന്ന നിലപാടായിരുന്നു CPM-ഉം BJP-യും സ്വീകരിച്ചത്. ഇത് തീർത്തും എന്തുകൊണ്ടും കുണ്ടൂര് കുത്തിയത്തോട് പാലം എന്നതിനേക്കാൾ കൂടുതൽ അനുയോജ്യമാണ്. കാരണം ഇവിടെ പുഴയ്ക്ക് വീതി മറ്റ് കുണ്ടൂര് കുത്തിയത്തോട് പാലം പണിയുന്നതിനേക്കാൾ പകുതിയേ വീതി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെലവും മറ്റു കാര്യങ്ങളും എല്ലാം കൂടുതൽ അഭികാമ്യമാണ്. ഇതിൽ കുറവേ വരുന്നുള്ളൂ ചെലവും കാര്യങ്ങളൊക്കെ. പാലം വരുന്നതോടുകൂടി അവർക്ക് കുണ്ടൂര് ഭാഗത്തേക്ക് വരുന്നതിനും പള്ളി, അമ്പലം, റേഷൻ കട, അതുപോലെ ഹോസ്പിറ്റല് മറ്റു കാര്യങ്ങൾക്കുമായി കൂടുതൽ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കുഴൂര് മാള ഭാഗത്തു നിന്നുള്ള ആളുകൾക്കെല്ലാം എറണാകുളത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു മാർഗമായി മാറുകയും ചെയ്യും ഈ പാലം വന്നു കിട്ടിയാൽ. TCV ന്യൂസ്, മാള. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ചാലക്കുടി നഗരത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കെത്തിച്ച MDMA-യുമായി യുവാവ് അറസ്റ്റിലായി. മാള മേലടൂർ സ്വദേശി കൊമ്പിലാംപറമ്പിൽ വീട്ടിൽ അജിത്തിനെയാണ് ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ സംഘത്തിലെ മുഖ്യകണ്ണിയാണ് അജിത്തെന്ന് പോലീസ് സംശയിക്കുന്നു. പുത്തൂർ കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം വർണ്ണാഭമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ഡോക്ടർ വിജയൻ കരുമത്ര കാർമ്മികത്വം വഹിച്ചു. 13 ദേശങ്ങളിൽ നിന്നുള്ള കാവടി സെറ്റുകൾ ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടി. ചൊവ്വാഴ്ച വൈകിട്ട് പള്ളിവേട്ടയും ബുധനാഴ്ച രാവിലെ ആറാട്ടും തുടർന്ന് കൊടിയിറക്കത്തോടെ ഉത്സവത്തിന് സമാപനമാകും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 850 രൂപ, പവന് 64,400 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,402 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധം ശക്തം. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജാതി വിവേചനം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് മന്ത്രി VN വാസവൻ.
ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ഗുരുഭവനപുരി ഉത്സവാഘോഷ ലഹരിയിൽ. ആനയോട്ടത്തിൽ വിജയിയായി കൊമ്പൻ ബാലു. ആദ്യമായാണ് ബാലു ആനയോട്ടത്തിൽ വിജയിയാകുന്നത്. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ദേശീയ പാതയോരങ്ങൾ. തലോരിലും കുതിരാനിലും മാലിന്യങ്ങൾ തള്ളുന്നത് വ്യാപകം. നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് പരാതി. കടൽമണൽ ഖനന പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. ഖനനം വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്നും പ്രതാപൻ. മയക്കുമരുന്ന് ലഹരിയിലേക്ക് നീങ്ങുന്ന യുവതലമുറയെ രക്ഷിക്കാൻ കൈകോർത്ത് എങ്കക്കാട് ഗ്രാമം. കൊടുങ്ങല്ലൂരിൽ രാസലഹരിയുമായി യുവാവ് പിടിയിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.